പ്രയാസത്തിൽ സഹായിക്കുന്ന കൈ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നു. പ്രയാസത്തിൽ ഉപേക്ഷിക്കുന്ന കൈ മറ്റൊരു പാഠവും. രണ്ടും ശ്രദ്ധാപൂർവം പഠിച്ചിരിക്കണം. ഏത് കൈ മുറുകെ പിടിക്കണം, ഏത് കൈ വിടണം, ഇതറിഞ്ഞു വേണം ജീവിക്കേണ്ടത്. തളരുമ്പോൾ താങ്ങുന്ന കൈയോളം വരില്ല വിജയത്തിൽ അനുമോദിക്കുന്ന കയ്യടികൾ. ചിരിക്കുന്ന മുഖങ്ങളെ തിരിച്ചറിയേണ്ടത് തളർച്ചയിൽ ആര് താങ്ങാകുമെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. താങ്ങായും തണലായും നിൽക്കുന്നവരും കൂടെ നിന്ന് വിശ്വസിച്ച് വഞ്ചിച്ച് വഴിയാധാരമാക്കുന്നവരും ചങ്കുപറിച്ച് കൂടെ കാണുമെന്ന് ഉറപ്പു നൽകി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവരുമുണ്ട്. എല്ലാ മധുരവാക്കുകളും രുചിച്ചു നോക്കാനൊന്നും പോകരുത്. മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെ നഷ്ടപ്പെടുമെന്നും ആരൊക്കെ കൂടെ നിൽക്കുമെന്നും നമുക്കറിയില്ല. ഉപകാരമുള്ളവരെ ഉറ്റവരാക്കാനും ഉപയോഗമില്ലാത്തവരെ അകറ്റി നിർത്താനുമാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? അതുകൊണ്ടാണ് രക്തബന്ധം പോലും അടുപ്പം തീരുമാനിക്കാനുള്ള മതിയായ കാരണമാവാത്തത്. അടുപ്പം തീരുമാനിക്കുന്നത് മനസ്സാണ്. ഒരാളുടെ രക്തം നമുക്കൊപ്പം ചേർന്നാലും ഹൃദയം ചേർന്നില്ലെങ്കിൽ അതിനർത്ഥമില്ല. ബന്ധം രക്തത്തിൽ നിന്നല്ല, മനസ്സിന്റെ സ്പർശത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ബന്ധത്തിലെ സത്യസന്ധതയേക്കാൾ പ്രയോജനമാണ് പ്രധാനപ്പെട്ടത്. അടക്കി നിർത്തിയിട്ടും ചോർന്നു പോകുന്നെങ്കിൽ പിന്നെ അതിനെ അതിന്റെ വഴിക്കെന്ന് വിട്ടേക്കണം. ജീവിതത്തിൽ ചിലർ നമ്മളെ ഉപയോഗിച്ചേക്കാം, ചിലർ മറന്നേക്കാം. അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. അത് നമ്മളെ പഠിപ്പിക്കും ആരാണ് സ്നേഹിക്കുന്നതെന്ന്, ആരാണ് ഉപയോഗിക്കുന്നതെന്ന്. ബന്ധങ്ങളെ വിലമതിക്കുക, പക്ഷേ അതിന്റെ പേരിൽ നമ്മുടെ മനസ്സിനെ നഷ്ടപ്പെടുത്തുക.